എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് സാക്ഷാൽ കൈഡോ അവനാണെങ്കിൽ ചാടി എഴുന്നേക്കുകയാണ്. അത് കാണേണ്ട താമസം ഓടിന്റെ അസിസ്റ്റൻസ് അവർ ഓരോ ഭാഗത്തേക്ക് ഓടും. മറ്റൊന്നുമല്ല, കൈഡോ ഒരു വലിയ പവർ അവർക്ക് നേരെ അയച്ചിരിക്കുകയാണ്. ഒക്കിക്കോ ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് വെച്ച് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ പവറിന് മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ആ പവർ അവളുടെ കൈ അങ്ങനെ വെട്ടിയെറിഞ്ഞ് മുൻപോട്ടേക്ക് പോവാണ്. അതുകൊണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും നിലവിളിക്കും. പട്ടീത ഇവിടെയാണെങ്കിൽ നമ്മുടെ ഉണ്ടപ്പെണ്ണ് അവളാണെങ്കിൽ നിർത്താതെ മൊമന്റോസ്കി ആയിട്ട് ഉഷാറായിട്ട് ഓടും. അവരുടെ തൊട്ടു പിന്നാലെ കൈഡോടെ മകള് അവളാണെങ്കിൽ ഇപ്പോഴും ഒരേ ഡയലോഗ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. ലൂഫി ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെക്കുറിച്ച്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ശത്രുവല്ല, നിങ്ങളുടെ മിത്രമാണ്. ഞാനാണ് മൊമന്റോസ്കിയുടെ പപ്പ, സാക്ഷാൽ ഓടൻ. അവളാണെങ്കിൽ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മുൻപോട്ടേക്ക് ഓടുമ്പോൾ അവളുടെ തൊട്ടു പിന്നാലെ ആ ഒറ്റക്കണ്ണി അവളെ ഫോളോ ചെയ്ത് ഇപ്പോ ആ ഉണ്ടപ്പെണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ഇപ്പോ ഉണ്ടപ്പെണ്ണിനെ ആയിരിക്കും ഫോളോ ചെയ്യുക. ഉണ്ടപ്പെണ്ണാണെങ്കിൽ കൈഡോടെ മകളുടെ കയ്യിൽ പെടാതിരിക്കാനായിട്ട് ചുമരിന്റെ ഇടയിലൊക്കെ പോയി അങ്ങനെ അവളുടെ നിഞ്ച പവർ ഉപയോഗിച്ച് ഒളിച്ചിരിക്കുകയാണ്. ഒറ്റക്കണ്ണിയാണെങ്കിൽ നൈസായിട്ട് ഉണ്ടപ്പെണ്ണിന്റെയും മൊമന്റോസ്കിയുടെയും ലൊക്കേഷൻ അത് കിങ്ങിന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, ആ സാമുറായി ടീം ആണ് ആദ്യം ഇവിടേക്ക് വന്നത്. അവരെ കൊണ്ടുവന്നത് ആ കിന്നൻ ടീമാണ്. മാത്രമല്ല, ഓടന്റെ മകൻ അവനെ വാനോ കിന്നത്തിന്റെ കിങ്ങാക്കി മാറ്റാനാണ് അവരുടെ ശ്രമം. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെന്നെല്ലാം അവളിപ്പോ അവനോട് പറഞ്ഞു കൊടുക്കും. ഈ കാര്യങ്ങൾ കേട്ട് ടെററായ കിങ് ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും അവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും ഞാൻ തല്ലിക്കൊല്ലും. മറ്റൊരു ഭാഗത്ത് പെണ്ണും പേജ് വണ്ണും അവർ രണ്ടുപേരും ഉസോപ്പിന്റെയും നാമിയുടെയും പിന്നാലെ ഓടുകയാണ്. ആൾട്ടിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്റെ ബ്രദറിനെ കൊല്ലാൻ ശ്രമിക്കുമല്ലേ, ഒരു കാരണവശാലും നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ കറങ്ങി വന്ന് അവരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. ഇവിടെ കിങ് ആണെങ്കിൽ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. എത്രയും വേഗം മൊമന്റോസ്കിയെ കണ്ടെത്തണം. അവനുള്ള ലൊക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവനെ കൊല്ലാനായിട്ട് അവൻ ഓർഡർ ചെയ്യാണ്. അതേസമയം ഉണ്ടപ്പെണ്ണാണെങ്കിൽ മൊമന്റോസ്കിയെ ചേർത്ത് പിടിച്ച് അവനോട് പറയും, മൊമന്റോസ്കി, ഒരു കാരണവശാലും നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയും. അടുത്ത നിമിഷം വില്ലന്മാരുടെ ഒരു പട അവർക്ക് നേരെ വമ്പൻ തോക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. സസക്കിയാണ് അവരെ അവിടേക്ക് എത്തിച്ചത്. ഉണ്ടപ്പെണ്ണിനെ കാണേണ്ട താമസം അവരാണെങ്കിൽ നിർത്താതെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യുകയാണ്. അല്പസമയം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് സസക്കിയാണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പെണ്ണിനെയും മൊമന്റോസ്കിയെയും അവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് കൊണ്ടുവരാനായിട്ട് പറയും. അവരാണെങ്കിൽ അവിടേക്ക് എത്തും. പക്ഷെ അവിടെയാണെങ്കിൽ ഉണ്ടപ്പെണ്ണിന്റെയും മൊമന്റോസ്കിയുടെയും പൊട്ടി പോലും ഇല്ല. അപ്പൊ അവർ കാണും, മുകളിലായിട്ട് നമ്മുടെ പെണ്ണ് അവളങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. സസക്കിയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് അത് വെച്ച് ഉണ്ടപ്പെണ്ണിനെ ആഞ്ഞടിക്കുകയാണ്. അവളും മൊമന്റോസ്കിയും രണ്ടുപേരും തെറിച്ചുപോയി അടിച്ചു വീഴും. അവൾ ചുറ്റും നോക്കും, ഒരുപാട് പേര് കയ്യിൽ ഒന്നിൽ കൂടുതൽ സ്ക്വാഡുകളൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും മൊമന്റോസ്കിയെ അവനെ അവരുടെ കയ്യിൽ പെടാതെ പ്രൊട്ടക്ട് ചെയ്യണം, അതല്ല എങ്കിൽ അവർ അവന്റെ ജീവൻ എടുക്കും. ഉണ്ടപ്പെണ്ണാണെങ്കിൽ മൊമന്റോസ്കിയെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കും. അച്ചറം പൊച്ചറ അമ്പുകൾ വന്ന് ഇപ്പൊ ഉണ്ടപ്പെണ്ണിന്റെ ദേഹത്ത് തറച്ചു കയറുകയാണ്. മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കണ്ട് നെഞ്ച് തകരും. ഉണ്ടപ്പെണ്ണ അവന്റെ കൈ പിടിച്ച് പറയും, തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്ത് വില കൊടുത്തും ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. സസകിയാണെങ്കിൽ ഉണ്ടപ്പെണ്ണിനെ പരിഹസിക്കുകയാണ്. മൊമന്റോസ്കിയോട് ഇപ്പൊ അവൻ വളരെ ബാഡായിട്ട് സംസാരിക്കുകയാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ ഇവിടുത്തെ ഷോഗണാക്കി മാറ്റില്ല. നിന്നെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആ ഉണ്ടപ്പെണ്ണിന് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ആമത്തലേനെ അവൾക്ക് നേരെ അയക്കും. ആമത്തലേനാണെങ്കിൽ അവളുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബാളം. അതേസമയം കൈഡോടെ മകളാണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കി അവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞ് ആ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ അവനെ വെട്ടാനായിട്ട് സ്ക്വാഡ് അങ്ങനെ അവന് നേരെ ആഞ്ഞു വീശും. മൊമന്റോസ്കി ആണെങ്കിൽ ഒരു സെക്കൻഡ് അവന് വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്ത എല്ലാവരെ കുറിച്ചും ആലോചിക്കുകയാണ്. അവൻ ഷോഗണായി മാറാനാണ് അവരവരുടെ ജീവൻ ബലി കഴിച്ചത്. വില കൊടുത്തും എനിക്ക് എന്റെ ലൈഫ് അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് ഒന്ന് കുനിഞ്ഞു കൊടുക്കുകയാണ്. ആ വെട്ടിന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് അവൻ ഉഷാറായിട്ട് ഓടുകയാണ്. മൊമന്റോസ്കി ഒരു ചെറിയ പയ്യനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വേഗത്തിലും സ്പീഡിലും അവനെ കൊണ്ട് ഓടാനാവില്ല. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓടന്റെ മകള് അവള് ചാടി വീണ് ആദ്യം ആ ആമത്തലേനെ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം സസക്കിയെ മൊമന്റോസ്കിയും ഉണ്ടപ്പെണ്ണും അവർ രണ്ടുപേരും ആ കാഴ്ച കണ്ട് ഫ്രീസ് ആവും. സസക്കിയാണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തിനാ ആവശ്യമില്ലാതെ ഈ ഫൈറ്റിൽ വന്ന് ഇടപെടണേ? മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു അല്പസമയം വെയിറ്റ് ചെയ്യും. ഇവരെ തല്ലിക്കൊന്നതിന് ശേഷം ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് നിന്നെയും കൊല്ലാം. അതിനവളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഞാനാണ് സാക്ഷാൽ ഓടൻ, എന്റെ മകന്റെ ദേഹത്ത് മണൽത്തരി പോലും വീഴാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്വീനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഹായ് ആയിട്ട് വീണ്ടും വീണ്ടും തെരുതര ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോംബീസായി മാറിയവരെല്ലാവരും അടുത്തുള്ളവരെയും ചുറ്റുമുള്ളവരെയും കടിച്ചു പറിച്ച് സോംബീസാക്കി മാറ്റുകയാണ്. അതിനിടയിൽ ക്വീനിന്റെ അസിസ്റ്റൻസും ഇപ്പൊ സോംബീസായി മാറാൻ തുടങ്ങും. അവരാണെങ്കിൽ ക്വീനോട് വിളിച്ചു പറയും, ദയവ് ചെയ്ത് വെറുതെ വിട്, ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ
ഫൈറ്റ് ചെയ്യണേ. അതിന് ക്വീൻ ആണെങ്കിൽ ടെററായി ലുക്ക് വിട്ട് അവരോട് പറയും, നമ്മളെ കൊണ്ട് കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ കഴിയും, വെറുതെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരെ തല്ലാൻ കഴിയും. കൂടുതലായിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു ബുള്ളറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, എനിക്കിപ്പോൾ അതാണ് ആവശ്യം എന്ന് പറഞ്ഞ് അവൻ നിർത്താതെ ഷൂട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചിയുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവർക്ക് ആര് മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ സേഫ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ കഷ്ടപ്പെടുകയാണ്. എങ്ങനെ സോംബി അഫക്റ്റഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അവർക്ക് അറിയില്ല. അവരെ റൗണ്ട് ചെയ്യുന്ന സോംബീസിനെ എല്ലാം അവര് പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് റെസിസ്റ്റ് ചെയ്യാണ്. അവരെ അടുത്തേക്ക് വിടാതെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കും. അവരടുത്തേക്ക് വരികയോ ടച്ച് ചെയ്യുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ആ ഒരു വൈറസ് നമ്മുടെ ആൾക്കാരുടെ ബോഡിയിൽ സ്പ്രെഡ് ആവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രമായിരിക്കും അവരത് ഹാൻഡിൽ ചെയ്യുക. മാത്രമല്ല ആ സോംബീസുകൾക്ക് നോർമൽ ഹ്യൂമൻസ് ഹാൻഡിൽ ചെയ്യും പോലെ തന്നെ സ്ക്വാഡ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊരു സോംബിയുടെ അറ്റാക്കിൽ അൻപയ്ക്ക് ചെറിയ രീതിയിൽ പരുക്ക് പറ്റും. പക്ഷെ ആളാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവന്റെ ബാക്കിയുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം അവരുടെ തന്നെ സാമുറായി ടീമിലെ സ്ട്രോങ് സോൾജിയർ ഇപ്പൊ ആ ഒരു വൈറസ് അത് അഫക്റ്റഡ് ആയിട്ട് നിലവിളിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നെ കൊന്നുകള, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ ഒരു വെല്ലുവിളിയായി മാറും. സൂപ്പറിനും ഉസോപ്പിനും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് സഹിക്കില്ല. കാരണം ഒരുപാട് പേര് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട് നിലവിളിച്ച് കരയാണ്. അവരൊറ്റയടിക്ക് അവരെ കൊന്നുകളയാണെങ്കിൽ അത്രയും വിഷമമില്ല. ഇത് സോംബിയാക്കി മാറ്റി അവരെ നരകിപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുകയാണ്. ചോപ്പറിനാണെങ്കിൽ അടിച്ചു പറയും, എന്ത് വില കൊടുത്തും ആന്റിഡോട്ട് ഞാൻ കണ്ടെത്തും. മറ്റൊരു ഭാഗത്ത് ലൂഫിയും സാഞ്ചിയും ജിംബയും അവർ 3 പേരും പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. ലൂഫി ആണെങ്കിൽ ഇതുവരെ മുകളിൽ എത്തിയിട്ടില്ല. ഇത്രയും വേഗം മുകളിൽ എത്തണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് വരും. അപ്പോഴായിരിക്കും അടുത്ത ഫ്ലോറിൽ ഒരു മെയിൻ വില്ലൻ എന്റെ തന്നെ അസിസ്റ്റന്റിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് ലൂഫി കാണുക. ലൂഫി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് വണ്ടർ അടിക്കും. ആ അസിസ്റ്റന്റ് ആണെങ്കിൽ മെയിൻ വില്ലനോട് ബെഗ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, ഞങ്ങളുടെ മാക്സിമം ശ്രമിച്ചു, ഞങ്ങളെ കൊണ്ടായില്ല. അതിനാ വില്ലനാണെങ്കിൽ പല്ല് കടിച്ച് അവനോട് ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ടു പറയും, നീയൊക്കെ പവർ ഇല്ലാത്ത യൂസ്ലെസ്സുകളാണ്, നിന്നെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് ഞെരിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ സാഞ്ചിക്കും ജിംബയ്ക്കും നേരെ 2 വമ്പന്മാര് ചാടി വീഴുകയാണ്. അവരാണെങ്കിൽ വമ്പൻ ആക്ഷനും പോസും ഒക്കെ കൊടുക്കും. പക്ഷെ ജിംബയും സാഞ്ചിയും അവരുടെ കാല് നീട്ടി ഒരൊറ്റ അടി, ആ ഒരു അടിയിൽ അവർ തകർന്ന് താഴെ വീഴുകയാണ്. ആണെങ്കിൽ കൈഡോയുടെ പേര് ഉച്ചത്തിൽ വിളിച്ച് കൈഡോയെ ലക്ഷ്യമാക്കി ഓടും. അതേസമയം കൈഡോ അവനാണെങ്കിൽ ചുറ്റുമുള്ളവരെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പെണ്ണിനാണെങ്കിൽ അവളുടെ കൈ പോയി. ബാക്കിയുള്ളവരാണെങ്കിൽ ആ കാഴ്ച കണ്ട് പൊട്ടിക്കരയും. കാരണം കിക്യുവിന് അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് അവർ കരുതിയതല്ല. ഓൾറെഡി ഓടനെ അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ അവരുടെ ടീമിലുള്ള ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭീതിയും അവരുടെ ഉള്ളിലുണ്ട്. കിക്യുവിന്റെ അവസ്ഥ കണ്ട് കെന്നും ടീമും ആണെങ്കിൽ അവളെ വലിച്ച് സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം കെന്നാണെങ്കിൽ അവന്റെ ഒരു സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് രക്തം വാർന്നു പോകുന്ന തടയാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾക്കാണെങ്കിൽ പെയിൻ സഹിക്കാനായിട്ട് കഴിയില്ല. അവളാണെങ്കിൽ ഒരുപാട് വേദനയിൽ സ്വന്തം കൈ അത് തന്നെ കടിച്ചു പറിക്കുകയാണ്. മറ്റുള്ളവർക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. അല്പസമയം കഴിഞ്ഞ് അവളുടെ മുറിവ് അതൊരല്പം ഹീലായി കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും സ്ക്വാഡും എടുത്ത് മുൻപിലേക്ക് വരികയാണ്. കൈഡോ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും, ഓ നിങ്ങളെല്ലാവരും ഓടന്റെ പാരമ്പര്യം അത് കാത്തു സൂക്ഷിക്കുകയാണല്ലേ, അത് തന്നെയാണല്ലേ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. കുഴപ്പമില്ല, ഓടനെ കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള മരണം അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഹ്യൂമൻ രൂപത്തിലേക്ക് പതിയെ മാറും. എന്റെ കൈകൊണ്ട് മരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഭിമാനം തന്നെയായിരിക്കുമെന്ന് കൈഡോ അവരോട് പറയും. അതിന് കെന്നാണെങ്കിൽ കാർപ്പിച്ച് തുപ്പും, ഒരിക്കലുമില്ല, ഞങ്ങളുടെ കൈകൊണ്ട് നിന്നെ കൊല്ലുന്നത് അറപ്പും വെറുപ്പുമാണ്, പക്ഷെ ഓടന് വേണ്ടി ഞങ്ങളത് ചെയ്യുമെന്ന് പറയും. അത് കേട്ട് കൈഡോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ പല്ല് കടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.